നമസ്കാരം. പോറ്റിയെ കേറ്റിയില്ലേ, സ്വർണം ചെമ്പാക്കി മാറ്റിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ഹിറ്റ് പാരഡി ഗാനം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ കോളിളക്കമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ആ പാട്ടാണ് ഇവിടെ പ്രധാന പ്രതിപക്ഷമായി പ്രവർത്തിച്ചത്. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇത് ഭയങ്കര തിരമാല കടിക്കും പോലെ, വലിയ കൊടുങ്കാറ്റടിക്കുന്ന പോലെയാണ് ജനങ്ങളുടെ ഇടയിൽ വ്യാപിച്ചത്. അതുവഴി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 5% വോട്ടെങ്കിലും LDF നിന്ന് UDF-ലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ BJP-യിലും പോയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു കാര്യം മനസ്സിലായി, UDF ആണ് അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള പ്രതിപക്ഷം, അല്ല BJP അല്ല. അതുകൊണ്ട് BJP-യിലുള്ള അണികളടക്കം, അതേപോലെ CPM-ലുള്ള അണികളടക്കം, അതേപോലെ ഈ ഭരണത്തിനെതിരെ ചിന്തിക്കുന്നവരെല്ലാവരും ഒറ്റക്കെട്ടായി UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള കൃത്യമായ അറിവ് പിണറായി വിജയന് ഇന്റലിജൻസ് വഴി കിട്ടിയിരുന്നു. അതായത് ചിലപ്പോൾ 100 മുതൽ 120 സീറ്റ് വരെ UDF കൊണ്ടുപോയി, ചിലപ്പോൾ 140 സീറ്റ് വരെയും UDF തൂത്തു വരാനുള്ള സംഭവ വികാസമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വർണ്ണക്കള്ളക്കടത്ത്. ഇത് തടഞ്ഞില്ലെങ്കിൽ ആകെ CPM എന്നുള്ള പ്രസ്ഥാനം കേരളത്തിൽ തുടച്ചു നീക്കപ്പെടും. ഇപ്പോൾ തന്നെ കുറെ CPM നേതാക്കന്മാർ കോൺഗ്രസിലേക്ക് പോകുന്നു. ചില ചണ്ടി പണ്ടാരങ്ങളായ രാജേന്ദ്രനെ പോലെയുള്ള ആളുകൾ BJP-യിലേക്ക് പോകുന്നു. എന്നാൽ ആശാ പോറ്റിയെ പോലും സുരേഷ് കുറുപ്പിനെ പോലെ, അതേപോലെ ജി സുധാകരനെ പോലുള്ള ആളുകൾ, അതേപോലെ ഉള്ള CKP പത്മനാഭനെ പോലുള്ള ആളുകൾ കോൺഗ്രസിലേക്കാണ് പോകുന്നത്. സമുന്നതരായ CPM-ലെ എല്ലാവർക്കും അംഗീകരിക്കപ്പെട്ട നേതാക്കന്മാർ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ ചില നേതാക്കന്മാർ BJP-യിലേക്കും പോകുന്നു. അണികളാകട്ടെ ഒരു പക്ഷത്തെയും പോകാതെ അടുത്ത തവണ പിണറായി വിജയനെ അടിച്ചോടിക്കണം എന്നുള്ള കാര്യത്തിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ എല്ലാ മേഖലകളിലുമുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായ വിശ്വാസികൾ ശബരിമല കൊള്ളയിൽ പിണറായി വിജയൻ തട്ടിയെടുത്ത കൊള്ളയ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് അടുത്ത തവണ UDF അധികാരത്തിൽ വരാനുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ തടയിടാമെന്ന് ആലോചിച്ചപ്പോഴാണ് വെള്ളാപ്പള്ളിയെയും അതേപോലെ സുകുമാരൻ നായരെയും ഇറക്കിക്കൊണ്ട് പിണറായി വിജയൻ കളിക്കാൻ തുടങ്ങിയത്. ഈ കഴിഞ്ഞ ദിവസം സുന്നികളുടെ ഒരു മീറ്റിംഗിൽ വെച്ച്, കാന്തപുരം സുന്നികളുടെ മീറ്റിംഗിൽ വെച്ച് പിണറായി വിജയൻ 1 മണിക്കൂർ പ്രസംഗിച്ചപ്പോൾ 10 മിനിറ്റ് പ്രസംഗിച്ച് ചില വർഗീയവാദികളായ വിഷം തുപ്പുന്ന ആളുകൾ പിണറായി വിജയനെ കാറിൽ കയറാറുണ്ടെന്ന കാര്യം അദ്ദേഹം ഓർമ്മിക്കുകയുണ്ടായി. ആദ്യം സ്റ്റാൻഡ് എടുക്കേണ്ടത് ഇത്തരത്തിലുള്ള വർഗീയവാദികളായ ആളുകളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് വേണ്ടത്. അല്ലാതെ ഇവിടെ യാതൊരു പ്രശ്നവുമില്ല, സമുദായ കലാപമില്ല എന്ന് വാതോരാതെ പ്രസംഗിച്ചതുകൊണ്ട് യാതൊരു കാര്യമില്ല എന്ന് പിണറായി വിജയനെ 10 മിനിറ്റ് അടിച്ചിരുത്തിക്കൊണ്ട് പ്രസംഗിക്കേണ്ടത്. അതിനുശേഷമാണ് സുകുമാരൻ നായരെ കൊണ്ടും അതേപോലെ വെള്ളാപ്പള്ളിയെ കൊണ്ടും പരസ്യമായി പച്ചത്തെറി VD സതീശനെതിരെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. അതിനു മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ ശബരിമല കൊള്ള എങ്ങനെ വഴിതിരിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ശബരിമലയിൽ വാജി വാഹനം ഇതിനിടയിൽ SIT കണ്ടെടുത്തിരുന്നു തന്ത്രിയുടെ വീട്ടിൽ. ആ തന്ത്രിയുടെ വീട്ടിൽ കണ്ടെടുത്ത വാജി വാഹനം 2017 ദേവസ്വം ബോർഡാണ് ആർക്ക് കൊടുത്തത്, ഈ പറയുന്ന തന്ത്രി കൊടുത്തതെന്ന് കണ്ടെത്തി. അത് നിയമവിരുദ്ധമാണ്. അതിന്റെ പേരിൽ അതിലെ ബോർഡ് മെമ്പർമാരെ അറസ്റ്റ് ചെയ്യണം. അതില് പ്രയാർ ഗോപാലകൃഷ്ണനും തന്ത്രിയും അതേപോലെ അജയ് തറയിൽ, അന്ന് മെമ്പറായ കോൺഗ്രസ് മെമ്പറായ അജയ് തറയിലും കുറ്റവാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്സ്യൂൾ പുറത്തിറങ്ങിയതിന് അത് വലിയ തോതിൽ CPM ഏറ്റെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ വലിയ തോതിൽ തിരിച്ചടി വരുന്നു കണ്ടപ്പോൾ അവർ ഏറ്റെടുത്തത്, ഈ സൈബർ സഖാക്കളെ ഏറ്റെടുത്തത് ഈ അജയ് തറയിലിനെ അറസ്റ്റ് ചെയ്യാൻ പോകണു, അജയ് തറയിലിനെ ചോദ്യം ചെയ്യാൻ പോണു, വാജി വാഹനം കൈമാറിയത് ഉത്തരവ് ലംഘിച്ച് തുടങ്ങിയ കാര്യങ്ങൾ ദേശാഭിമാനി പത്രം തന്നെ വലിയ തോതിൽ വാർത്തയാക്കുകയുണ്ടായി. ദേശാഭിമാനി പത്രം പറയുന്നത് എങ്ങനെയാണ്? പൊളിഞ്ഞത് കോൺഗ്രസ് നേതാവ് അജയ് തറയിലിന്റെ വാദം. സ്വർണ്ണമോഷണ കേസ് ഉണ്ടായപ്പോൾ വാജി വാഹനം ബോർഡിന് മടക്കി നൽകാൻ തന്ത്രിയുടെ ശ്രമം. ശബരിമലയിലെ പഴയ കൊടിമരത്തിലെ വാജി വാഹനം തന്ത്രി കണ്ഠർ ബാജീവർക്ക് കൈമാറിയത് ഉത്തരവ് ലംഘിച്ചാണെന്ന് തെളിവായി 2012 ദേവസ്വം കമ്മീഷൻ ഉത്തരവ്. ക്രിയാദികൾക്കും ശേഷം ആചാരപരമായി തന്ത്രിക്ക് അവകാശപ്പെട്ട് കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് എന്ന ശീർഷകത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ക്ഷേത്രങ്ങളിൽ ദേവ ചൈതന്യം സംക്രമിക്കപ്പെട്ട് ആചരിച്ചു പോരുന്നവരും അല്ലാത്തതുമായ ഭൗതിക വസ്തുക്കൾ കേടുപാടുണ്ടാകുമ്പോഴോ ഉയർന്ന നിലവാരത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമ്പോഴോ നിലവിലുള്ളവ ഉപയോഗിക്കാറുണ്ട്. ഇത് സംബന്ധിച്ച് പൂർവ്വകാല നടപടിക്രമം എന്തായാലും ഈ വസ്തുക്കൾ പൊതു സ്വത്തായതിനാൽ ദേവസ്വം സ്വത്തായി നിലനിർത്തേണ്ടത് ആണ് എന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഇതോടെ കോൺഗ്രസ് നേതാവ് മുൻ ബോർഡ് അംഗവുമായ അജയ് തറയിലിന്റെ വാദം കളവാണെന്ന് തെളിഞ്ഞു. കേസിൽ അജയ് തറയിലിനും കുടുങ്ങുമെന്നുള്ള സൂചനയാണ്. വാജി വാഹനം തന്ത്രിയുടെ അവകാശമായതിനാലാണ് കൈമാറിയതെന്നാണ് അജയ് തറയിൽ പറയുന്നത്.
തെളിവ് പുറത്തു വന്നതോടെ തനിക്ക് തെറ്റുപറ്റിയതാണെന്ന വിശദീകരണമായി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണനും ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന 2017 കൊടിമരം മധ്യ സ്ഥാപിച്ചതും വാജി വാഹനം തന്ത്രിക്ക് കൊടുത്തുവിട്ടതും പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും ചേർന്ന് തന്ത്രിക്ക് വാജി വാഹനം കൈമാറുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. മന്ത്രി ശബരിമലയിൽ കൊടിമരം മാറ്റി സ്ഥാപിച്ചതും പഴയ കൊടിമരത്തിലെ വാജി വാഹനം തന്ത്രി വീട്ടിൽ കൊണ്ടുപോയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ SIT അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉടനെ ഇതിന്റെ എല്ലാം ഇതുവരെ സ്വർണ്ണക്കൊള്ള നടത്തിയതിന്റെ എല്ലാ ഉത്തരവാദി കോൺഗ്രസ് ആണ്, കോൺഗ്രസിന് തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു. അപ്പോഴാണ് ഈ പറയുന്ന അതായത് 5th interim report dated 22/3/2017 filed by ASP കുറുപ്പ് അഡ്വക്കേറ്റ് കമ്മീഷണർ എന്നതിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇത് റിപ്പോർട്ട് പുറത്തു വന്നതോടെ അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്താണ് ഈ വാജി വാഹനം കൊടുത്തത് ദേവസ്വം ബോർഡാണ്, അത് ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അതേപോലെ കൊടിമരത്തിലെ മറ്റുള്ള സാധനങ്ങൾ പാക്ക് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. തന്ത്രിക്ക് കൊടുത്തത് ദേവസ്വം ബോർഡിന്റെ അറിവോട് കൂടിയിട്ടാണ്, അത് ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ടെന്നുള്ള വാർത്ത വന്നതോടെ ഇന്നലെ തന്നെ എല്ലാ CPM പ്രവർത്തകർക്ക് പ്രത്യേക നിർദ്ദേശം കൊടുത്തിരുന്നു. അജയ് തറയിലിന്റെ വീട് പറയണം, ഇന്ന് SIT അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അജയ് തറയിലിന്റെ വീട്ടിലെത്തും, അപ്പോൾ വലിയ ബഹളം ഉണ്ടാക്കണം, അതോടുകൂടി ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ടേണിംഗ് പോയിന്റ് ആയി മാറണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പിണറായി വിജയൻ പ്ലാൻ ചെയ്ത് 8 നിലയിൽ പൊട്ടുകയാണ്. ഈ അഡ്വക്കേറ്റ് കമ്മീഷൻ റിപ്പോർട്ട് ഹൈക്കോടതി വിധിയുടെ കോപ്പിയും ഓർഡറിന്റെ കോപ്പിയും പുറത്തു വന്നതോടെ ഉണ്ടായത്. അതായത് ഇത് തന്ത്രി കൊടുത്ത നിയമാനുസൃതമാണ്, ആചാരാനുഷ്ഠാനപരം പാരമ്പര്യ പ്രകാരം അതാണ് അതിന്റെ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടാണ് തന്ത്രി കൊടുത്തത്. തന്ത്രി ഒന്നും ചെയ്തിട്ടില്ല. 10 കിലോ തൂക്കമുള്ള 20 കിലോ തൂക്കമുള്ള വാജി വാഹനം, പഞ്ചലോഹത്തിൽ നിർമ്മിച്ച വാജി വാഹനം അദ്ദേഹം സുരക്ഷിതമായി വീട്ടിൽ വെച്ചിരുന്നു. അതിൽ വഴി അദ്ദേഹത്തെ കൊടുക്കാമെന്നുള്ള പ്ലാനായിരുന്നു ഉണ്ടായത്. പൊട്ടിപ്പൊളിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇന്ന് സുകുമാരൻ നായരും അതേപോലെ വെള്ളാപ്പള്ളിയും പിണറായി വിജയന്റെ ആസനം താങ്ങിക്കൊണ്ട് ഈ തന്ത്രിക്കെതിരെ പ്രസ്താവനയുമായി എത്തി എന്നുള്ളതാണ് സത്യം. മുമ്പ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയപ്പോൾ നാമം വിളി കൊണ്ട് സ്വാമി ശരണമയ്യപ്പ എന്ന നാമഘോഷയാത്ര നടത്തിയുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ സുകുമാരൻ നായർ. എന്നാൽ ഇപ്പോഴോ പിണറായി വിജയനെ പേടിച്ച് തന്റെ മരുമകൻ ജയിലിലാകും, വ്യാജരേഖ ഉണ്ടാക്കിയ കേസിൽ പ്രതിയാകുമെന്ന് മനസ്സിലാക്കി തട്ടിപ്പ് വീരനായ സുകുമാരൻ നായരും അതേപോലെ ഈഴവരെ മാത്രം പറ്റിച്ച് കോടാനുകോടി തട്ടിയെടുത്തുള്ള വെള്ളാപ്പള്ളിയും രണ്ടുപേരും കൂടെ പിണറായിക്ക് വേണ്ടി ഓശാന പാടിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. അതായത് സ്വർണം തകട്ടത് ആരപ്പ, അത് സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതായത് എല്ലാം മോഷ്ടിച്ചത് CPM ആണ്, പിണറായിയുടെ ഒത്താശയോട് കൂടിയിട്ടാണ്, പിണറായിയുടെ നിർദ്ദേശപ്രകാരമാണ് എല്ലാം നടന്നിരിക്കുന്നത്. അല്ലാതെ ശബരിമലയിൽ നിന്ന് ഒരു തരി സ്വർണം കക്കാൻ ആർക്കും ധൈര്യം കാണുമോ? പിണറായി കൃത്യമായി നിർദ്ദേശം കൊടുത്ത് അതാ സമയത്ത് അവിടെ നിന്ന് എല്ലാം കിട്ടാവുന്ന സാധനങ്ങൾ അടിച്ചെടുത്തു എന്നുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്നാൽ കടകംപള്ളിയും അതേപോലെ വാസവനും പിന്നെ പ്രശാന്തും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉടനെ അറസ്റ്റിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും സ്വർണം കാട്ടത് ആരപ്പ, CPM പ്രവർത്തകരാണ്, നേതാക്കളാണപ്പ, അണികൾക്കൊന്നും കിട്ടിയില്ലപ്പ എന്നുള്ള സ്ഥിതിയാണ്. ഇപ്പം അണികൾ പാവങ്ങൾ സിന്ദാബാദ് വിളിക്കുന്നു. ഈ നേതാക്കന്മാർ പിണറായി വിജയൻ നേതൃത്വത്തിൽ കൊള്ള ചെയ്തുകൊണ്ടിരിക്കുന്നു. കിട്ടാവുന്നതെല്ലാം അടിച്ചു മാറ്റി, ഇനി ഭരണം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അയ്യപ്പന്റെ സ്വത്തെല്ലാം കിട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കുമാണ് അയ്യപ്പന്റെ പണി വന്നത്. ഹൈക്കോടതി നിരീക്ഷണ കേസ് വന്നത്. അവസാനം ഇപ്പം വട്ടമിട്ട് പിണറായി അടക്കം അകത്താക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് കൃത്യമായി നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള എല്ലാ പരിപാടികളും 8 നിലയിൽ പൊട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സത്യം. എന്തായാലും ഇനി നെട്ടോട്ടമോടിയിരിക്കും എല്ലാ കള്ളത്തരങ്ങളും. സ്വർണ്ണക്കളയുടെ ശബരിമലയിൽ നടന്ന എല്ലാ കൊള്ളയുടെയും ശരിയായുള്ള കള്ളന്മാർ സഖാക്കളാണ് അയ്യപ്പ. ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും അതേപോലെ തന്ത്രിയും ചേർന്ന് തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞ് പ്രചാരം നടത്തിയ CPM-ന് ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു. CPM മെമ്പറായ രാഘവനടക്കം, അതായത് ആലപ്പുഴ സെക്രട്ടേറിയറ്റ് മെമ്പറായ രാഘവനടക്കം ചേർന്നുകൊണ്ടാണ് ഈ തന്ത്രിക്ക് ഈ വാജി വാഹനം കൊടുത്തത് എന്നുള്ള ഫോട്ടോ പുറത്തു വന്നതോട് കൂടിയിട്ടാണ് CPM-ന്റെ ആദ്യത്തെ കൂമ്പൊടിഞ്ഞത്. ആ ഫോട്ടോ ഒന്ന് മനോരമ പത്രം പ്രസിദ്ധീകരിക്കേണ്ട ആ ഫോട്ടോ ആണ് ഞാൻ കാണിക്കുന്നത്. അത് മാത്രമല്ല, പിന്നീട് വന്ന ഈ ഇതെല്ലാം ചെയ്തത്, അതായത് വാജി വാഹനം കൊടുത്തത്
എല്ലാം നിയമപ്രകാരമാണ്, ഹൈക്കോടതി ഉത്തരപ്രകാരമാണ് എന്നുള്ളതും കൂടി പുറത്തു വന്നതോടെ എല്ലാ കള്ളത്തിനും പൊളിഞ്ഞ് CPM പ്രതിരോധത്തിലായി. ഇപ്പോൾ അവരുടെ നേതാക്കൾ ഓരോരുത്തരായി ജയിലിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അവസാനം പിണറായി വിജയനും അകത്താകും.